8ാം ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നമുക്ക് നോക്കാം. മാഷ് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത ഇല്ലെങ്കിൽ ചോദിച്ചാൽ മതി. എത്ര തവണ വേണമെങ്കിലും മാഷ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ചില പരീക്ഷണങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് മാഷ് പറയുന്നത്. പിന്നെ മാഷ് കയ്യിൽ 2 വസ്തുക്കളുണ്ട്, കാണുന്നുണ്ടാവും. ഇത് 2 മൈക്രോഫോണാണ്. ഇത് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ 2 എണ്ണം ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ടാവും. ഓക്കെ, മാഷ് കയ്യിലുള്ള ഈ ഒരു മൈക്രോഫോണിന്റെ ഭാഗങ്ങൾ 2 ഭാഗങ്ങൾ, ഇതൊരു ഭാഗം, ഇത് മറ്റൊരു ഭാഗം. ഈ 2 എണ്ണം അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുകയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഇതിനോട് ഒട്ടിപ്പിടിക്കുന്നത് എന്നാണ് മാഷ് ആദ്യം പറയുന്നത്. ഇത് നേരെ തിരിച്ച് ഞാൻ പിടിച്ചാൽ ഇത് ഒട്ടാതെ, കണ്ടോ, ഒട്ടുന്നില്ല, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. ഇതിങ്ങനെ അടുത്ത് കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. അത് തിരിച്ചു പിടിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല, അത് വിട്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, നിങ്ങളെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇത് 2 കാന്തങ്ങളാണ്. അപ്പോൾ കാന്തങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ചില വസ്തുക്കളെ, പ്രത്യേകിച്ച് ഇരുമ്പ്, അതുപോലെ തന്നെ ഉരുക്ക്, അത്തരം ലോഹങ്ങളെ ആകർഷിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ശരിക്കും കാന്തങ്ങൾ എന്ന് പറയുക. അപ്പം ഈ ഒരു കാന്തവും തമ്മിൽ ഒട്ടാനുള്ള കാരണം, ഈ കാന്തത്തിന്റെ ഒരു അറ്റം നമുക്ക് വേണമെങ്കിൽ ധ്രുവം എന്ന് പറയാം. ധ്രുവം, ഇതിനും ഒരു ധ്രുവമുണ്ട്. ഈ 2 ധ്രുവങ്ങളും വ്യത്യസ്ത ധ്രുവങ്ങളായതുകൊണ്ടാണ് ഇത് ഒട്ടുന്നത്. നേരെ മറിച്ച് ഇത് തിരിച്ചു പിടിക്കുമ്പോൾ ഈ ധ്രുവം തന്നെയാണ് ഇവിടെയും വരുന്നത്. കണ്ടോ, റൗണ്ട് ഇല്ലാത്ത ഭാഗത്ത്. ഈ 2 ധ്രുവങ്ങളും ഒരേപോലെ വരുമ്പോൾ ഒട്ടൂല. മക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ ധ്രുവത്തിന്റെ നേരെ എതിർ ധ്രുവമാണ് ഇതിന്റെ ഈ റൗണ്ട് പോലെ വരുന്ന ഭാഗം. അപ്പൊ 2 ഒട്ടും. അപ്പൊ അതിന് നമ്മൾ പറയാം പിന്നെ കാന്തത്തിന്റെ വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറയും. അല്ലെ ദീപ ടീച്ചറെ? വ്യത്യസ്ത ധ്രുവങ്ങൾ എന്ന് പറയും. അപ്പോൾ കാന്തത്തിന്റെ വ്യത്യസ്ത ധ്രുവങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ ആകർഷിക്കുക. കാന്തത്തിന്റെ ഒരേ ധ്രുവങ്ങൾ വരുമ്പോൾ ആകർഷിക്കില്ല. ഇപ്പൊ മാഷ് ഇതേപോലെ തന്നെ മറ്റൊരു കാന്തത്തെ എടുക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ റൗണ്ട് ഭാഗം ഉണ്ടാവും, അതേപോലെ തന്നെ ഇതിന്റെ റൗണ്ട് ഭാഗം ഉണ്ടാവും. ഇത് 2 ചേർത്താൽ ഇത് ഒട്ടൂല. ഇത് അങ്ങനെ വിട്ടിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വികർഷിച്ച് പോവുകയാണിത്. തിരിച്ച് ഈ റൗണ്ട് ഇല്ലാത്ത ഭാഗം റൗണ്ടിലുള്ള ഭാഗത്തിനോട് ചേർത്താൽ അതിങ്ങനെ ഒട്ടുക ചെയ്യണം. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പൊ മാഷ മക്കളെ മനസ്സിലാക്കേണ്ടത്, ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. ആ 2 ധ്രുവങ്ങൾ പിന്നെ ഒന്ന് കാന്തത്തിന്റെ ഉത്തരധ്രുവമാണെങ്കിൽ മറ്റൊന്ന് ദക്ഷിണ ധ്രുവമായിരിക്കും. എന്ന് വെച്ചാൽ എസും അതുപോലെ തന്നെ എന്നും പറയും. എസ് പോളും എൻ പോളും എന്നും പറയും. അപ്പൊ ഒരു കാന്തത്തിന്റെ എസ്, ഞാൻ പറഞ്ഞത് ഈ വട്ടം വരച്ച ഭാഗം എസ്, മറ്റേ കാന്തത്തിന്റെ വട്ടല്ലാത്ത ഭാഗം, ഇത് വട്ടല്ലാത്ത ഭാഗം, അതിനോട് വെച്ചാൽ ഒട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വ്യത്യസ്ത ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുന്നതാണ്. അതേസമയം പക്ഷെ 2 വട്ടുള്ള ഭാഗം എടുത്താലോ അത് ഒട്ടൂല. അപ്പൊ ഒരേ ധ്രുവങ്ങൾ തമ്മിൽ ഒട്ടൂല എന്നാണ് മാഷ മക്കള് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 1ാമത്തെ ആശയം മനസ്സിലാക്കിയിട്ടുള്ളത്, കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. ഒന്ന് എസ് എന്ന് പറയുന്ന സൗത്തും മറ്റൊന്ന് എൻ എന്ന് പറയുന്ന നോർത്തും. ക്ലിയർ ആയിട്ടുണ്ടോ? നിങ്ങൾ തംസപ്പ് വെക്കണ കാണുന്നത് മനസ്സിലായിട്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പൊ കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. ഒന്ന് ഉത്തര ധ്രുവവും മറ്റൊന്ന് ദക്ഷിണ ധ്രുവവും. ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. ഓക്കെ, അപ്പോൾ മാഷ് പറഞ്ഞത് ഈ കാന്തത്തിന്റെ ഒരേ ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കും. അപ്പോൾ ഞങ്ങൾ പരീക്ഷ ഇടുമ്പോൾ ചോദിക്കും നിങ്ങളോട്, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതെന്ന് ചോദിക്കും. ഇപ്പൊ ദീപ ടീച്ചറും ജയ ടീച്ചറൊക്കെ ഉണ്ട്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതെന്ന് ചോദിക്കും. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, മാഷ് താഴെ കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാം. നിങ്ങൾ അറിയുന്ന ഒരു ഉത്തരം പറയാം, അല്ലെങ്കിൽ എഴുതി വെച്ചാൽ മതി. അതെങ്ങനെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? കാന്തത്തിന്റെ ധ്രുവങ്ങൾ എപ്പോഴും ജോഡികളായിട്ടാണ് നിലനിൽക്കുന്നത്. ശരിയോ തെറ്റോ? കാന്തത്തിന്റെ ധ്രുവങ്ങൾ എപ്പോഴും ജോഡികളായിട്ടാണ് നിലനിൽക്കുന്നത്. ശരിയോ തെറ്റോ? അപ്പോ ശരി എന്ന് പറയുന്നുണ്ട്, തെറ്റ് എന്ന് പറയുന്നുണ്ട്. ഇതിലേതാ കറക്റ്റ് ഉത്തരം ഏതാണ്? അറിയുന്നൊരു ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. കാന്തത്തിന്റെ ധ്രുവങ്ങൾ എല്ലായ്പ്പോഴും ജോഡികളായിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ശരി എന്നുള്ളവര് കമന്റ് ബോക്സിൽ ശരി എന്ന് എഴുതുക. തെറ്റ് എന്നാണെങ്കിൽ തെറ്റ് എന്ന് എഴുതുക.
ടീച്ചർ കമന്റ് ബോക്സ് ഒന്ന് നോക്കുക, അവർ എഴുതുന്ന ഉത്തരങ്ങൾ എത്ര പേര് ശരിയാക്കുന്ന പേരൊന്ന് പറയൂ. ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ശരി പറഞ്ഞിട്ടുണ്ട്. എല്ലാരും തന്നെ ശരി തന്നെയാ പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ ടീച്ചറെ, നമ്മൾ പരീക്ഷയ്ക്ക് ഇടാൻ പോകുന്ന ഒരു ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ ചോദിക്കും. എന്നിട്ട് ഞാൻ ഒന്ന്, കാന്തിക ധ്രുവങ്ങൾ എല്ലായ്പ്പോഴും ജോഡികളായി നിലനിൽക്കുന്നു. അപ്പൊ മാഷമക്കൾക്ക് ശരി എന്ന് ഉത്തരമുള്ളവർക്ക് ശരി എന്ന് പറയാം, തെറ്റി എന്നുള്ള ഉത്തരമുള്ളവർക്ക് തെറ്റി എന്ന് പറയാം. കാന്തിക ധ്രുവങ്ങൾ എല്ലായ്പ്പോഴും ജോഡികളായി നിലനിൽക്കുന്നു എന്നുള്ള ഉത്തരമാണ് ശരിയാണത്. ടീച്ചറെ, അപ്പൊ നമ്മൾ 1 മാർക്കിനുള്ള ചോദ്യം പഠിപ്പിച്ചു. കാന്തിക ധ്രുവങ്ങൾ എല്ലായ്പ്പോഴും ജോഡികളായി നിലനിൽക്കുന്നു, അത് ശരിയായ പ്രസ്താവനയാണ്. ഇനി മാഷ് രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴത്തെ ക്ലാസിന്റെ ബേസിൽ ചോദിക്കുകയാണ്. ഒരു കാന്തത്തിന്റെ 2 ധ്രുവങ്ങൾ ഏതൊക്കെ? അറിയുന്നവര് കമന്റ് ബോക്സിൽ നിന്ന് എഴുതാം. ഒരു കാന്തത്തിന്റെ 2 ധ്രുവങ്ങൾ ഏതൊക്കെ? ഒരു കാന്തത്തിന്റെ 2 ധ്രുവങ്ങൾ ഏതൊക്കെ? മാഷ് മക്കൾക്ക് അറിയുന്നവര് എഴുതിടുക. ഒരു കാന്തത്തിന്റെ 2 ധ്രുവങ്ങൾ ഏതെല്ലാം? മാഷ് ക്ലാസ് ഒക്കെ പറഞ്ഞിരുന്നു, അറിയുന്നവർ എഴുതും. വെരി ഗുഡ്. ഹഫ്സത്ത് എന്നുള്ള കുട്ടി കറക്റ്റ് ആൻസർ. NS കറക്റ്റ് ആൻസർ. അപ്പൊ ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ പാസ്സായി ടീച്ചറെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉത്തരം എഴുതിരുന്ന ആൾക്കാരുടെ പേര് നോട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പെർസെൻറ്റേജ് 30യുടെ മേലേക്ക് ഇട്ടിട്ട് ഇപ്പൊ തന്നെ ടീച്ചേഴ്സ് മാർക്ക് ചെയ്ത് വെക്കൂ കേട്ടോ. നോർത്ത് പോൾ, സൗത്ത് പോൾ. വെരി ഗുഡ്. പോളിന്റെ സ്പെല്ലിംഗ് POLE എന്നാണ്. ദക്ഷിണ ധ്രുവം, ഉത്തര ധ്രുവം. ടീച്ചറെ, ഞാൻ അടുത്ത ഭാഗം പഠിപ്പിക്കട്ടെ. പിന്നെ നമ്മൾ മാഗ്നറ്റിക് ലൈൻസിന്റെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ പിന്നെ ടീച്ചർ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഇപ്പോ നിങ്ങളെ വീട്ടില് ഇപ്പോ അച്ഛനുണ്ട്, അല്ലെങ്കിൽ ഉപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്. അപ്പോ ഉപ്പ ഉമ്മാനെ നോക്കുന്നു എന്ന് പറയുന്നതും ഉമ്മ ഉപ്പാനെ നോക്കുന്നു എന്ന് പറയുന്നതും 2 ഡയറക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഏട്ടൻ താത്താനെ നോക്കുന്നു, താത്ത ഏട്ടനെ നോക്കുന്നു എന്നുള്ളത് 2 ദിശയാണ്. ഇതേപോലെ കാന്തത്തിന് S എന്ന ഒരു പോളുണ്ട്, N എന്ന ഒരു പോളുണ്ട്. നമുക്ക് N എന്ന പോളിനെ ഉപ്പ എന്ന് പറയാം, S എന്ന പോളിനെ ഉമ്മ എന്ന് പറയാം. അപ്പൊ N എന്ന ഉപ്പ എന്ന പോള് S എന്ന ഉമ്മ എന്ന പോളിനെ നോക്കുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് N നെ വേണമെങ്കിൽ നാസർ എന്ന് പറയാം, S നെ വേണമെങ്കിൽ നമുക്ക് സഫ്ന എന്ന് പറയാം. അപ്പൊ നാസർ സഫ്നയെ നോക്കുന്നു. അപ്പൊ അത് മനസ്സിൽ കയറ്റുക, N S നെ നോക്കുന്നു. ഇങ്ങനെ പഠിച്ചു വെച്ചുള്ള ഗുണം എന്താ ചോദിച്ചാല്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് കാന്തിക ബലരേഖ വരയ്ക്കുക എന്ന് കിട്ടും അല്ലെ? ഇവിടെ കറക്റ്റ് അല്ലേ? നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് ബലരേഖകൾ വരയ്ക്കുക. അപ്പൊ N എന്നുള്ളത് നാസർ എന്ന ഉപ്പ, S എന്നുള്ളത് സഫ്ന എന്നുള്ള ഉമ്മ. അപ്പൊ ഉപ്പ ഉമ്മാനെ നോക്കുന്നു. ഇങ്ങനെ പഠിച്ചങ്ങൾ മറക്കൂല. ഉപ്പ ഉമ്മാനെയാണ് നോക്കുക അല്ലെ? ഉപ്പ ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച് അതുകൊണ്ട് ഉമ്മാനെ നോക്കും, മക്കളെ നോക്കും അല്ലെ? കഷ്ടപ്പെട്ട് ഗൾഫിലൊക്കെ പോയി അല്ലെ ജോലി ചെയ്ത്. ഇപ്പൊ നിങ്ങൾ കുറെ പേര് 30% മാർക്കില്ല എന്ന് പറയുമ്പോൾ ഉപ്പ എത്രത്തോളം സങ്കടപ്പെടണ്ടാന്ന് ഓർത്ത് നോക്കുക. അപ്പം ഉപ്പ ഉമ്മാനെ ശ്രദ്ധിക്കുന്നു കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉപ്പ നേരത്തെ പറഞ്ഞ നാസർ, ഉമ്മ സപ്ന. ഇത് മനസ്സിൽ കയറ്റുമ്പോൾ N/S എന്ന് കിട്ടും. ഇംഗ്ലീഷ് മീഡിയം. നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് കാന്തിക ബലരേഖകൾ വരയ്ക്കുക. ടീച്ചർ ഒരു ചോദ്യം മോഡലിൽ പറയാണ്, എത്ര പേര് ശരിയാക്കണം നോക്കണേ. ടീച്ചർ പറയട്ടെ. ചോദ്യം ഇതാണ്, ഒരു കാന്തത്തിന്റെ N എന്ന അറ്റം കാണിച്ചിട്ടുണ്ട്, മറ്റേ കാന്തത്തിന്റെ S എന്ന അറ്റം കാണിച്ചിട്ടുണ്ട്. വര വരച്ചപ്പോ S ന്ന് N-ലേക്കാണ് വരച്ചത്. ഇത് തെറ്റാണോ ശരിയാണോ? അറിയുന്ന ഒരു ഉത്തരം പറയാം. ഒന്നുകൂടി പറയാം. ഒരു കാന്തത്തിന്റെ, മാഷ് നേരത്തെ കാണിച്ചല്ലോ, ഒരു കാന്തത്തിന്റെ N ഉണ്ട്, മറ്റേ കാന്തത്തിന്റെ S ഉണ്ട്. ഈ S ന്ന് N-ക്ക് ഒരു വര വരച്ചിട്ടുണ്ട്. S ന്ന് N കിട്ടും. അപ്പൊ ആ വര തെറ്റാണോ ശരിയാണോ? അറിയുന്ന ഒരു കമന്റ് ബോക്സിൽ പറയാം. S ന്ന് N-ലേക്ക് കാന്തിക ബലര വരച്ചിട്ടുണ്ട്. ആ ബലരേഖ ശരിയാണോ തെറ്റാണോ? ചിഫാനത്ത് എന്നുള്ള കുട്ടി നോ എന്ന് എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് അൻഷിഫ് നോ. അലീന തെറ്റും വരുന്നുണ്ട് ടീച്ചറെ. ടീച്ചറെ ഒന്ന് ശരിയാക്കി പറഞ്ഞു കുട്ടികൾക്ക്. നമ്മള് ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് വരയ്ക്കുന്നതാണോ ശരി, അതോ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്കാണോ വരയ്ക്കേണ്ടത്? മലയാള മീഡിയംകാർക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ ഇംഗ്ലീഷ് പറഞ്ഞോണ്ട് ഞാൻ മലയാളം ആക്കിയേ ഉള്ളൂ കേട്ടോ. ഏതാണ് ശരി? എവിടെ നിന്ന് എങ്ങോട്ടേക്ക് വരയ്ക്കുന്നതാണ് ശരി? ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്കാണോ, അതോ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കാണോ വരയ്ക്കേണ്ടതെന്നാണ് ചോദ്യം. പറഞ്ഞല്ലോ, നാസർ സഫ്നയെ നോക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടാണ് നോക്കുന്നത്? ആരാണ് നോക്കുന്നത്? N ആണ്. നാസർ എന്ന് പറയുമ്പോൾ N ആണ്. അപ്പൊ N-ൽ നിന്ന് എങ്ങോട്ട് നോക്കുന്നു? സൗത്തിലേക്ക് നോക്കുന്നു. അപ്പൊ എങ്ങോട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്? N-ൽ നിന്ന് S-ലേക്കാണ് ശരിക്കും ശരിയായ രീതിയിൽ വരയ്ക്കേണ്ടത്. ടീച്ചർ അടുത്ത ഒരു ഭാഗം പറയട്ടെ. പറഞ്ഞോളൂ പക്ഷേ. നമ്മൾ കാന്തത്തിനെ പറ്റി പറയുമ്പോൾ കാന്തത്തിന്റെ N-നെ
എസ്സിൽ നിന്ന് മുറിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? എന്ന് വെച്ചാൽ ഒരു കാന്തത്തിന് എന്നു മാത്രമായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ മാഷ കയ്യിലുള്ള ഈ കാന്തത്തിന്റെ ഇത് എന്നാണ്, ഇത് എസ് ആണ്, അതായത് ഒന്നിന്റെ അപ്പുറം ഇപ്പുറമാണ്. എനിക്ക് ഇതിന്റെ ഒറ്റ അറ്റം മാത്രമാക്കി നിർത്താൻ പറ്റുമോ? അതായത് എന്നു മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ, എസ് ഉണ്ടാവാൻ പാടില്ല. ഉത്തരം എന്നൊരു താഴെ കമന്റ് അടിക്കും. അതായത് എന്നു മാത്രമോ എസ് മാത്രമോ നിർത്താൻ പറ്റുമോ? അലീന ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഹനാൻ എന്നുള്ള കുട്ടി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, സിനാൻ പറഞ്ഞിട്ടുണ്ട്, ഷമീറ. ഞാൻ ഐഡിയ ആയിട്ട് വായിക്കുന്നത് കുട്ടിയുടെ ഐഡി. ടീച്ചർ എല്ലാവരും ഉത്തരം ശരിയാക്കി ടീച്ചറെ. എല്ലാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാരും പറഞ്ഞു സൂപ്പർ. ഒരു കാന്തത്തിന് എന്നു അതായത് മാത്രമോ നമുക്ക് മാഷ് പറഞ്ഞതുപോലെ ഒരു കാന്തത്തിന് 2 ധ്രുവങ്ങളുണ്ട്. ദക്ഷിണ ധ്രുവമുണ്ട്, ഉത്തര ധ്രുവമുണ്ട്. അപ്പൊ കാന്തത്തിന് നമ്മൾ ചെറിയ 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 കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റാണ്. അങ്ങനെ മുറിച്ചു മാറ്റുമ്പോൾ നോർത്തിന്റെ, അതായത് ദക്ഷിണ ധ്രുവത്തിന്റെ അറ്റത്തുനിന്ന് മുറിച്ചു, ഉത്തര ധ്രുവത്തിന്റെ അറ്റത്തുനിന്ന് മുറിച്ചു. അങ്ങനെ മുറിക്കുമ്പോൾ നമുക്ക് ഈ ധ്രുവത്തെ മാത്രമാക്കി മുറിച്ചെടുക്കാൻ പറ്റുമോ? കാന്തത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് ഉത്തര ധ്രുവം മാത്രമായിട്ട് അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവം മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഇല്ല നിങ്ങൾ പറഞ്ഞു, അതാണ് ശരി. അതായത് ഒരിക്കലും ഒരു കാന്തത്തിന്റെ ഒരു ധ്രുവത്തിനെ മാത്രമായിട്ട് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. എത്ര Yes. ചെറിയ കഷ്ണം നമ്മുടെ കാന്തത്തിൽ നിന്ന് എടുത്താലും അതിനും ഉണ്ടാവും ഒരു ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. കറക്റ്റ്. അതായത് എന്നിനെയും എസ്സിനെയും വേറെ വേറെ വെക്കാൻ പറ്റൂല. അങ്ങനെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ ഭൂമിക്ക് നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്. ഭൂമിനെ ഒരു കാന്താക്കി മാറ്റുകയാണെങ്കിൽ ഭൂമിക്ക് എന്നും ഉണ്ട്, എസ്സും ഉണ്ട്. ഇതിൽ എന്നു മാത്രമോ എസ് മാത്രമോ ആക്കി മാറ്റാൻ പറ്റൂല. ഇത്രയും നേരം മാഷ് പറഞ്ഞതെന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ഒരു ചോദ്യം മാഷ് പറയാം. എല്ലാവരും ഒന്ന് കേട്ടോളൂ കേട്ടോ. പ്രസ്താവനയും കാരണമാണ്. ശരിയോ തെറ്റോ, ശരിയായത് കണ്ടെത്തുക എന്നൊക്കെ പറയുള്ളൂ കേട്ടോ. ഇങ്ങനെ പ്രസ്താവനയും കാരണം നിങ്ങൾക്ക് ചോദിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഞാൻ ഈ ചോദ്യം ഒന്ന് വായിച്ചു തരാം. കാന്തിക ധ്രുവങ്ങൾ എല്ലായ്പ്പോഴും ജോഡികളായി നിലനിൽക്കുന്നു. അതിനാൽ ഉത്തരധ്രുവം മാത്രമുള്ള കാന്തങ്ങൾ കാണപ്പെടുന്നില്ല. ഇതാണ് പ്രസ്താവന. അതിന്റെ കാരണം കൊടുത്തിരിക്കുന്നത് ഒരു ബാർ കാന്തത്തെ 2ആയി മുറിച്ചാൽ ഓരോ കഷ്ണത്തിനും അതിൻ്റെതായ ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും ഉണ്ടാകും. അതായത് ഒരു കാന്തത്തിനെ മാഷ് അങ്ങോട്ട് മുറിച്ചു വിചാരിക്കാം. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ കാന്തത്തിനെ ഞാൻ 2 കഷ്ണാക്കി മുറിച്ചു വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക? ഇതിന്റെ ഒരു കഷ്ണത്തിൽ ഇപ്പുറത്തെ എൻ ഉണ്ടാവും, ഇപ്പുറത്തെ എസ് ഉണ്ടാവും, അടുത്ത കഷ്ണത്തിൽ എസ് ഉണ്ടാവും, എൻ ഉണ്ടാവും. അങ്ങനെ വരുള്ളൂ എന്ന്. ഒരു കാന്തത്തിനെ നമ്മൾ എത്ര ചെറിയ പീസസ് ആക്കി മാറ്റിയാലും അതിന് ഒരറ്റത്ത് കാന്തിക, അതായത് ദക്ഷിണ ധ്രുവം ഉണ്ടാവും, മറ്റേ അറ്റത്ത് ഉത്തര ധ്രുവവും ഉണ്ടാവും. അതായത് അവര് ജോഡികളായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും അത് ജോഡികളായിട്ട് മാത്രമേ നിൽക്കുള്ളൂ. ഒരാളെ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. അതെ, അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ശരി ഉത്തരം? പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ്. ഇത് തെറ്റാണോ ശരിയാണോ? ഒന്നുകൂടി പറയാം. കാന്തിക ധ്രുവങ്ങൾ എല്ലായ്പ്പോഴും ജോഡികളായി നിലനിൽക്കുന്നു. അതിനാൽ ഉത്തരധ്രുവം മാത്രമുള്ള കാന്തങ്ങൾ കാണപ്പെടുന്നില്ല. ഒരു ബാർ കാന്തത്തെ 2ആയി മുറിച്ചാൽ ഓരോ കഷ്ണത്തിനും അതിൻ്റെതായ ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും ഉണ്ടാകും. പ്രസ്താവന 1. പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ്. ഇതാണ് ശരിയായ ഉത്തരം. മാഷി, പിന്നെ അവരോട് നമ്മളെ പുസ്തകത്തില് ഈ കാന്തിക ബലരേഖകളെ വരയ്ക്കുന്നതിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറയും. അതായത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് വരയ്ക്കേണ്ടത്. അപ്പോ അത് കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതെ, ചിത്രങ്ങൾ വരയ്ക്കാല്ലേ, കാന്തിക ബലരേഖകളുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ ഞാൻ നേരത്തെ നാസറിനും സപ്ന എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നിങ്ങളൊന്ന് നോക്കി വെച്ചോണ്ടു. അതിന്നൊരു ചോദ്യം നമ്മൾ തയ്യാറാക്കി ഇടുക. രക്ഷിതാക്കൾ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന് ശേഷം ഫീഡ്